Winter's here, the snow is falling on our car as we drive from my. ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് ടു വില്ലേജ് ജീനിയസ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈറ്റ് ഡെക്കറേഷൻ. ഇന്നൊരു നമ്മൾ ക്രിസ്മസ് ഗ്രീൻ നേറ്റിവിറ്റി സീൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു ക്രിബാണ് ഉണ്ടാക്കുന്നത്. മാക്സിമം വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മളിന്നൊരു പുൽക്കൂട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചാനൽ അതുപോലെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്കൊരു ബേസ് വേണം. ഇതെന്ന് വെച്ചാൽ ഒരു ഫ്രിഡ്ജിൻ്റെ ഡോറാണ്, LG ഫ്രിഡ്ജിൻ്റെ ഡോറാണ്. അപ്പോൾ ഈ ഡോറിലാണ് നമ്മൾ ഈ പറക്കെല്ലാം ചെയ്യാൻ പോകുന്നത്. പോർട്ടബിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ. ഇതായിരിക്കും നമ്മുടെ വെള്ളമൊക്കെ സെറ്റ് ചെയ്യുന്നൊരു സെറ്റപ്പ്. നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ ഫൗണ്ടേഷൻ ഫുള്ള് സെറ്റ് ചെയ്യാൻ പോകുന്നത്. All I wanted was you. പിന്നെ ഞാൻ ഈ ചെളി നനച്ചിങ്ങനെ തേക്കാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ അടിയിൽ ഇതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാനിട്ട കുപ്പികളൊന്നും ഉയർന്നു വരരുത്. പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ട് മുഴുവൻ മണ്ണ് തുടക്കം തൊട്ട് ഇട്ടില്ലാന്ന്. അപ്പോൾ വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുപ്പി വെച്ചത്. അപ്പോൾ ഞാനിവിടെ പുൽക്കൂടിൻ്റെ ആ ഒരു മെയിൻ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കല്ലുകൾ കൊണ്ടാണ്. കുഴങ്കല്ലുകളാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പോരാത്തിന് നമ്മുടെ വേസ്റ്റ് പ്ലാസ്റ്റിക് അതിൻ്റെ അടപ്പെടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പെടുത്ത് നല്ല രീതിയിലൊന്ന് തീയിൽ വെച്ച് ചൂടാക്കുക. ഇതിൽ തീ പിടിക്കണം കേട്ടോ, ചൂടാക്കിയാൽ മാത്രം പോരാ. തീ പിടിച്ച് ഉരുകി തീ നിൽക്കുന്ന രീതിയിൽ അവസ്ഥയിലേക്ക് വരിക. പിടിക്കുന്നേ ഉള്ളൂ, ഒന്ന് വെയിറ്റ് ചെയ്യുക. ശേഷം ഇതിങ്ങനെ ഉരുകി ഒലിക്കാൻ തുടങ്ങും തീ പിടിച്ചിട്ട്. നമ്മളതിനെന്ത് ചെയ്യുക, ഓരോ ഗ്യാപ്പുകളിലേക്ക് വെച്ച് കൊടുത്തത് ഇതുപോലെ ഉറ്റിച്ച് കൊടുത്താൽ അതൊരു സീൽമെൻ്റായിട്ട് നിൽക്കും. ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് വളരെ കുറച്ച് മെഴുകുതിരി, അതായത് വാക്സ്, ക്യാൻഡിൽ വാക്സ് ഒഴിച്ചു കൊടുത്താൽ ഇത് നല്ല സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ. നമുക്ക് എന്താ പറയുക, സിമെൻറ്റിൻ്റെയോ വൈറ്റ് സിമെൻറ്റോ ഒന്നും ഒരാവശ്യവും ഞാനിവിടെ കാണുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഫൗണ്ടൻ്റെ കല്ലുകൾ ചേർത്ത് വെച്ച ഗ്യാപ്പിൽ ക്യാൻഡിൽ വാക്സ് കുത്തിക്കയറ്റിയിട്ട് നമ്മൾ തീ കൊണ്ട് അത് ഉരുക്കി അവിടെ മെൽറ്റാക്കി വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് വുഡും കാര്യങ്ങളൊക്കെ ഇതിൽ ഒട്ടിച്ച് വെക്കുന്നത്. നേറ്റിവിറ്റി ഗ്രീൻ സീൻ ആകുമ്പോൾ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ മറ്റു പശയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ പെട്ടെന്ന് എടുത്ത് കാണിക്കും. ഇതുപോലെ ക്യാൻഡിൽ വാക്സ് ഒക്കെ ആകുമ്പോൾ അത് ഇതുമായിട്ട് കൂടി ചേർന്ന് ഒരു ഹാർമണി ഉണ്ടാവും. ഇപ്പം നമ്മളിതാ നമ്മുടെ പുൽക്കൂടിൻ്റെ മർമ്മപ്രധാനമായ വർക്കുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് കണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയ ഫൗണ്ടറാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കിലൊരു ഗ്യാപ്പുണ്ട്. ഇവിടെയാണ് നമ്മൾ മോട്ടർ സെറ്റ് ചെയ്യുന്നത്. ഇതായിരിക്കും അതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. കല്ലുകളൊക്കെ ഞാൻ കൂട്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ ക്യാൻഡിൽ വാക്സ് തന്നെ അത് ഉരുക്കി ഒഴിച്ചാണ് ഈ കല്ലുകൾ കൂട്ടി ഉറപ്പിച്ചിരിക്കുന്നത്. ഭയങ്കര സ്ട്രോങ് അല്ല, പക്ഷേ എന്നാലും ഇതൊക്കെ ഇങ്ങനെ നിന്നോളും, ഇളക്കം തട്ടാതെ അവിടെ ഇരുന്നോളും. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്ന് ഞാൻ ശേഖരിച്ചു കൊണ്ടുവന്ന പുല്ലൊക്കെ പറ്റിയിരിക്കുന്ന കുറച്ച് വനവിഭവങ്ങളാണ്. അറിയാലോ ഇതെന്താണെന്ന്. ഡ്രിഫ്റ്റ് വുഡുകളാണ്, നാച്ചുറലി പ്രിസർവ്ഡും പ്രോസസ്ഡുമായിട്ടുള്ള ഡ്രിഫ്റ്റ് വുഡുകളാണ്. പോരാത്തതിന് ഞാൻ കുറച്ച് മരത്തിൻ്റെ തൊലിയൊക്കെ അടത്തിയെടുത്തിട്ടുണ്ട്. ഈ മരത്തിൻ്റെ തൊലി എന്തിനാ അറിയോ, നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ വക്കുകൾ പ്രോപ്പറായിട്ട് അടച്ചു വെക്കാൻ. കണ്ടല്ലോ, ഇതെല്ലാം ഞാൻ ഈ 3 വശവും, അതായത് ബാക്ക് വശം ഞാൻ കവർ ചെയ്യുന്നില്ല, ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഈ 3 വശവും ഞാൻ ഇതുപോലെ തന്നെ കവർ ചെയ്യും. ശേഷം നമ്മൾ ഇതിൻ്റെ ബേസ് വർക്ക് ചെയ്യാനും അതിനുശേഷം ചെറിയ രീതിയിലുള്ള ടച്ചപ്പുകൾ കൂടെ ചെയ്താൽ നമ്മുടെ നേറ്റിവിറ്റി സീൻ, അതായത് ഗ്രീൻ എക്കോ ഫ്രണ്ട്ലി നേറ്റിവിറ്റി സീൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ അതെ, നമ്മൾ ഈ സൈഡിൽ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ മരത്തിൻ്റെ തൊലി നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ മൈന്യൂട്ടായിട്ട് നോക്കിയതേ, ഇവിടെ ഒരു ആണി കാണാം. ഈ ആണി വെച്ചിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ സ്പോഞ്ചിലേക്ക് ഇതിങ്ങനെ ഉറപ്പിച്ചേക്കുന്നത്. പിന്നെ ശേഷം നമ്മൾ ഈ സൈഡിലെല്ലാം മണ്ണ് നിറയ്ക്കും. ഒരു പശപ്പറ്റ് കൂടെ വരുന്നതുകൊണ്ട് ഇത് ഉറച്ചിരിക്കും. ബാക്കിൽ നമ്മളൊന്നും ചെയ്യില്ല, ബാക്ക് അങ്ങനെ തന്നെ ഇട്ടേക്കാണ്. കാരണം നമുക്ക് അത്രയും വർക്ക് ചെയ്യേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ ഒട്ടിക്കുന്നില്ല, ജസ്റ്റ് അവിടെ വെക്കുന്നതേ ഉള്ളൂ. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ അതാ കുപ്പിയുടെ അടപ്പ് ഉരുക്കി ഒഴിച്ച് അവിടെ ഈ ഒരു ഭാഗം സീൽമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഒന്ന് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളും കൂടെ ബാക്കിയുണ്ട്. ചെറുതല്ല, കുറച്ച് വലുതാണ്. അപ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചെറിയൊരു മിനി ഫൗണ്ടൈൻ. അപ്പോൾ മോട്ടർ എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നിടത്തോട്ട് വേണം. മോട്ടർ ഇതിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഔട്ട് വരുന്നത്. പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം. കണ്ടല്ലോ, ഫൗണ്ടൈൻ വർക്കായിട്ടുണ്ട്. നല്ല ഡിസൈനോട് കൂടി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ പൂഴ്ത്തി വെച്ചിട്ട് എല്ലാ ഗ്യാപ്പിലേക്ക് ഈർച്ചപ്പൊടി ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ ഫ്രണ്ട്സ് ഇത് അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാം കൊണ്ടും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി വയറിംഗ് ആണ്. വയറിംഗ് കുറച്ച് ടാസ്ക്കാണ്, ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വയറിംഗ് കഴിഞ്ഞ് ഇനി ഫൈനൽ വീഡിയോ കാണാം. ഓക്കെ. അതെ, ക്രിസ്മസിൻ്റെ പരിപാടികളൊക്കെ എത്തി, കരോളുകളൊക്കെ പോയി കഴിഞ്ഞിരിക്കുകയാണ്. അതെ, നമ്മുടെ വീട് ഫുള്ള് ലൈറ്റപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, എന്തായാലും സംഭവമൊക്കെ സൂപ്പറായിട്ടോ. ഇത് നമ്മളുടെ ലൈറ്റ്സ് ആണ്. ഈ അണ്ടർലൈറ്റ് അടിപൊളിയല്ലേ. നമ്മുടെ പുൽക്കൂടിലേക്ക് കിടക്കാം കേട്ടോ. വെള്ളച്ചാട്ടം ഞാൻ ഓഫ് ചെയ്തതാണേ ഫൗണ്ടേ. For Christmas, you're all I want. All I wanted was you. You. All I wanted was you. All I wanted was you. Christmas cheer and drinks with friends we haven't seen for a while. Since I've been to that little town called home. Pine tree dressed up with every ornament we got, and stockings hung and overflowing from the top. And I hear sleigh bells bouncing off the halls as the church choir sings along. Feel my heart melt. You walk through the ഗൈസ് ആൻഡ് ദിസ് ഇസ് മീ അഗെയിൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ക്രിബും എൻ്റെ ലൈറ്റ് സെറ്റിങ്ങും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കാറ്, വളരെ ലൈറ്റായിട്ട് ആഘോഷിക്കാറുള്ളൂ. നിങ്ങളും ഇനി തൊട്ട് ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക, ആഘോഷിക്കുക. ജീവിതം വളരെ ക്ഷണികമാണ്, അതുകൊണ്ട് എല്ലാം എൻജോയ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്രിബും സാധനങ്ങളൊക്കെ എപ്പോഴും ഫോളോ അപ്പ് ചെയ്ത് വന്ന രീതി തന്നെ ഉണ്ടാക്കാതെ പുതിയതായിട്ട് എപ്പോഴും ഇന്നോവേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക, എപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്, നമ്മൾ കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തണം. സോ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ തുടർന്ന് നല്ല വീഡിയോ ആയിട്ട് നല്ല കണ്ടന്റുമായിട്ട് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് സൈനിങ് ഔട്ട്.